ഉഷ്ണതരംഗം പശ്ചാത്തലത്തിൽ സംസ്ഥാന കടുത്ത നിയന്ത്രണത്തിലേക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചും അവധിക്കാല ക്ലാസുകൾക്ക് നിരോധനം ഏർപ്പെടുത്താനുമാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിയന്ത്രണങ്ങൾ മെയ് 6 തീയതി വരെ തുടരും. അതേസമയം സംസ്ഥാനത്ത് ഇന്നും 4 ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടുത്ത ഒരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമ്മർ ക്യാമ്പുകളിലെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അടിയന്തര നടപടികളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കാമെന്ന് കരുതുകയാണ്. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുമായി ജനങ്ങൾ ആശുപത്രികളിൽ എത്തുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഇനിയും താപനില ഉയരുമെന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സർക്കാർ വൃത്തങ്ങളും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രശാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, സമാനതകളില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി 40 ഡിഗ്രിക്ക് മുകളിലേക്കാണ് സംസ്ഥാനത്തെ വിവിധ മേഖലകളിലും വിവിധ ജില്ലകളിലും ചൂട് ഉയർന്നു നിൽക്കുന്നത്. മാത്രമല്ല, പൊതുവിൽ 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എല്ലാ ജില്ലകളിലും ചൂട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ് നിലവിൽ ഈ ചൂട് മൂലം സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. ഇതിന്റെ കൂടി അത് മാത്രമല്ല, ഉഷ്ണതരംഗത്തിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഉഷ്ണതരംഗം ഉണ്ടായും എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. അത് പാലക്കാട് ജില്ലയിലായിരുന്നു ആദ്യമെങ്കിൽ പിന്നീട് തുടർന്ന് തൃശ്ശൂർ അടക്കം, അതുപോലെ തന്നെ കൊല്ലം ജില്ല, ആലപ്പുഴ, ഇത്തരത്തിലുള്ള ജില്ലകൾക്കെല്ലാം ഈ മുന്നറിയിപ്പ് നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു അവലോകന യോഗം ചേർന്നത്. ഈ അവലോകന യോഗത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടക്കേണ്ടതുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ചൂട് കൂടിയ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ച് ഇട്ടുകൊണ്ടൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. നേരത്തെ ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക വിരാമം നേരത്തെ തന്നെ ജില്ലാ കളക്ടർ നൽകിയിരുന്നു. അത് തന്നെയാണ് തുടർന്ന് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നടത്തേണ്ടതുണ്ട് എന്ന് ഈ യോഗത്തിൽ ഉയർന്നു വന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം കടുത്ത നിയന്ത്രണത്തിലേക്ക് പോവുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചും അവധിക്കാല ക്ലാസുകൾക്ക് നിരോധനം ഏർപ്പെടുത്താനുമാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിയന്ത്രണങ്ങൾ മെയ് 6 തീയതി വരെ തുടരും. അതേസമയം സംസ്ഥാനത്ത് ഇന്നും 4 ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.